villages of Kerala are the storehouses of ritualistic art forms. A variety of complex rituals are performed in the temples of Kerala to propitiate the deities and as fertility rites. Many of the ritual forms performed after harvest season in the paddy fields of Palakkad during the southern solstice nights are now vanishing. കേരളത്തിലെ നാടൻ അവതരണ കലകളിൽ ഉള്ള ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അത് വ്യത്യസ്ത മതസമൂഹങ്ങൾ, ജാതി കൂട്ടായ്മകൾ തുടങ്ങിയവ അവരുടെ സ്വത്വപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന അവതരണങ്ങൾ എന്ന നിലയിലാണ്. Kanyarkali is one of the folk art forms of Kerala, which is performed only in Palakkad district. The organic base of this ritualistic art can be seen only in 35 deshams of Alattur and Chittoor taluks. This area lies between Temmala and Pattikadu, east of Thrissur district, and Vadamala and Valayar of Palakkad district. This place was known as Cheraman Nadu in the past. Historically speaking, this art form confines itself to the four boundaries of old Vinganadu Swarupam and the territory of Kurur Nambidi, which exists no more. തെന്മലയ്ക്കും വടമലയ്ക്കും ഇടയിലുള്ള ഈ പ്രദേശമാണ് നടുവട്ടം. ഈ നടുവട്ടത്തിൽ ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകൾ ഉൾപ്പെടുന്നു. ചിറ്റൂർ, ആലത്തൂർ താലൂക്കിൽ മാത്രമാണ് കണ്യാർകളി അരങ്ങേറുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ രണ്ട് പ്രധാനപ്പെട്ട ഭൂമേഖലകളാണ്, ഭരണപരമായിട്ടുള്ള മേഖലകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വടമലപുരം, രണ്ട് തെമ്മലപുരം. വടമലപുരം എന്ന് പറഞ്ഞാൽ കോങ്ങാട് മുതൽ ഇങ്ങോട്ട് പാലക്കാട് നഗരവും അതിന് ചുറ്റുവട്ടുള്ള പ്രദേശങ്ങളും വരെ പോകുന്ന സ്ഥലങ്ങളാണ്. തെമ്മലപുരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രദേശത്ത് തെക്കൻ പ്രദേശങ്ങൾ ചേർന്നത്. തെമ്മലപുരം ഉൾപ്പെടുന്നത് തരൂർ മുതലുള്ള ഭാഗങ്ങളാണ്. ഈ നടുവട്ടത്താണ് പല്ലാവൂര്, പല്ലശ്ശേന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നടുവട്ടം പ്രദേശമാണെന്നാണ് തോന്നുന്നത്. ഭഗവതിക്കാവുകളിൽ മേടം വിഷുവിന് ശേഷം ഈ കല അവതരിപ്പിക്കുന്നു. ഒരു നേർച്ചക്കളി ആയിട്ടാണ്. ഇതിനെ നേർച്ചക്കളി എന്നും ദേശക്കളി എന്നും മലമക്കളി എന്നും മൂന്നായിട്ട് പലവരും പറയാറുണ്ട്. കണ്യാർകളി ദേവീ പ്രീത്യാർത്ഥം 4 രാത്രികളിൽ കളിച്ചു തീർക്കുന്ന ഒരു പ്രത്യേക കലയാണ്. വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ ശേഷം മറ്റ് കലാകാരന്മാരുടെ നൃത്തവുമാണ് നടത്താറുള്ളത്. കലാകാരന്മാർ മാത്രം ഒരാശാൻ്റെ കീഴിൽ കളി നടത്തുന്നു. ആശാനെ കളിയച്ചൻ എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ ആവിർഭാവം എന്തായാലും സംഗീതാത്മകമായിട്ട് മാത്രമല്ല, ഈ അന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ കണ്ടുപിടിക്കപ്പെടാത്ത കാലത്ത് തന്നെ ഉള്ള ഒരു കലയാണിത്. ഇതിലെല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൽ നൃത്തം, താളം, മേളം, അതായത് ചുവടുവെപ്പ്,
അതേമാതിരി ഫലിതരസ പ്രധാനമായിട്ടുള്ളത് സംഗീതം തുടങ്ങിയിട്ട് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കലയാണ് വാസ്തവത്തിൽ ഈ കണ്യാർ കളി. കണ്യാറുകളിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കണ്യാറുകളി പന്തലിൽ കോൾനിലങ്ങളിൽ നിന്ന് വരുന്ന എന്താ പറയുക വേട്ടുവരെ കൂടാന്മാരുണ്ടാവും. അതേമാതിരി മധുര അല്ലെങ്കിൽ കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് വരുന്ന കൃത്യമായും തമിഴ് ഭാഷ മാത്രം പ്രയോഗിക്കാറുള്ള ചക്കിളിയർ, തൊട്ടിച്ചി, അങ്ങനെയുള്ള പല എന്താ പറയുക വിധത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു ഇതെന്ന് തന്നെ പറയാം. അതുമാത്രമല്ല വിവിധ ജാതി സമൂഹങ്ങളുടെ ഒരു പ്രതിനിധികളാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ അതിൽ ശരിക്കും വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. Kanyarkali can claim a history of more than 500 years. Many indications found in Vattakali songs and the oldness of the palm leaves in which they are recorded lead to this conclusion. Although Ashans of different villages are of different opinion, there is no dispute about its claim of existence in the olden days. ഇത് തുടങ്ങിയതിൻ്റെ ചരിത്രം 10 കുടി തരകന്മാരിൽ കണ്ണത്തരകൻ എന്ന് പറയുന്ന ഒരാൾ കുത്തനൂര് തിരുവന്മാരുടെ അമ്പലത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നീട് മലയാളത്തിലുള്ള ശ്ലോകങ്ങൾ കൂടെ ചേർത്തി കണ്യാർ കളി നടത്തിയെന്നാണ്. വട്ടെഴുത്താണ് ഇതിൻ്റെ ഗ്രന്ഥം. അപ്പോൾ വട്ടെഴുത്ത് കാലത്തിന് മുമ്പേ ഈ കല ഉണ്ടായിരിക്കണം. ചരിത്രത്തിൻ്റെ ഭാഗം പറയുന്നത് പല്ലശന എന്നുള്ളതല്ല, പല്ലവസേന എന്നുള്ളതാണ്. പല്ലവന്മാരുടെ സൈന്യം താമസിച്ച സ്ഥലം പല്ലശനയും പല്ലവന്മാർ താമസിച്ച സ്ഥലം പല്ലാവൂരും. കൊല്ലങ്കോട് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ഗ്രാമം, അവിടെ ഈ കൊല്ലന്മാരെ ആയുധങ്ങൾ നിർമ്മിക്കാനും അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഇരുത്തിയ സ്ഥലവുമായ കൊല്ലങ്കോട്. അപ്പോൾ പല്ലവന്മാരുമായി ഒരുപാട് ബന്ധപ്പെട്ട സ്ഥലമാണ് പല്ലശ്ശേനിയും പല്ലാവൂരും കൊല്ലങ്കോടും. ഒരുപക്ഷെ അവരിൽ കൂടി വന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം ചിറ്റൂർ ആലത്തൂർ താലൂക്കിൽ മാത്രം ഇത് കാണാൻ ഒരുപക്ഷെ അതായിരിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുഴൽമന്നം ദേശത്തെ കുഴൽമന്നം പുൽപ്പുരമന്നത്ത് വേലയും കളി നടത്താനായിട്ട് സാമൂതിരി 35 പറക്കണ്ടം കുമരഞ്ചിടയത്ത് എന്ന് പറയുന്ന വീട്ടുകാരെ ഏൽപ്പിച്ചിരുന്നു എന്ന് അവിടുത്തെ തലമുതിർന്ന കളിയാശന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു. പാലക്കാട് ജില്ലയുടെ തെക്ക് കിഴക്കൻ പ്രദേശമാണിരുന്ന വഞ്ചിപട കുന്നലെ വാഴുന്ന വിക്രമരാജാവിനെക്കുറിച്ചും സമുദ്രിമാരായ മാനവിക്രമന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വട്ടക്കളിപ്പാട്ടിലുണ്ട്. അതേപോലെ പാലക്കാട്ടെ രാജാക്കന്മാരായിരുന്ന വീരകേരളൻ, രാമകോർമ്മ, ശേഖരീവർമ്മ, സമുദ്രിയുടെ പ്രതിപുരുഷനായിട്ട് നാട് ഭരിച്ചിരുന്ന തലൈച്ചന്നോർ, ഇവരെക്കുറിച്ചിട്ടുള്ള സൂചനകളും കണ്യാർ കളിപ്പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. There exist different opinions about the origin of the word Kanyarkali. It seems that the word Kanyarkali is derived from the names of the art forms such as Karnagiyarkali, Kaniyaram Kali, Kaniyachikali. കണ്ണകീദേവിയുടെ സ്മരണയ്ക്കോ പ്രീതിക്കോ ആയിരിക്കണം കണ്യാർ കളി നടപ്പാക്കുന്നതെന്ന് നെല്ലിക്കുളങ്ങര ഭഗവതി എന്ന കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കോപാകുലിയായ കണ്ണകീദേവി കൊടുങ്ങല്ലൂരാണ് സ്ഥാനം ഉറപ്പിക്കുന്നത്. ഈ ദേവിയെ ശാന്തിയാക്കാൻ പാടി കളിച്ചു എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തൊന്നും കണ്യാർ കളി ഇല്ല. ഗംഗയോടു തുമ്പയിളം മതിയും കൊണ്ടേ അണിയും ശങ്കരൻ താൻ തിരുവുടലിൽ ഉദിത്ത കർണകിയെ. ഈ പാട്ടിൽ കർണകിയെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കർണകിയാർ തന്നെയാണോ കർണകി കളിയെന്ന് ഇനി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും അതിനൊരു ചാൻസ് ഉണ്ട്. അല്ലെന്ന് വരയിൽ 700 വർഷം മുമ്പിൽ ഈ കണ്യാറുകളി പാട്ട് എഴുതുന്നവരോ അല്ലെങ്കിൽ കണ്യാറുകളി എഴുതുന്നവരോ ഈ കർണകിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാട്ട് വന്നിട്ട് എടക്കളി പന്തലിൽ മാത്രമേ ഇത് പാടാറുള്ളൂ. കോവിലൻ ചരിത്ര നാടകമോ കർണകിയെ സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളോ ഒരു പാട്ടിലും പാടാറില്ല. അതുകൊണ്ട് കർണകിയാർ കളി എന്നത് പറയുന്നതിന് അർത്ഥമില്ലെന്നാണ് എൻ്റെ ധാരണ. കണിയാന്മാർ കളിച്ചിരുന്നു എന്നാണ് ഇത് പറയുന്നത്. എന്നാൽ കണിയാന്മാരാരും തന്നെ ഈ കല അഭ്യസിക്കുകയോ കളിക്കുകയോ ചെയ്യാൻ പതിവില്ല. തമിഴ്നാട്ടിൽ ഈ കണ്യാർ കളി എന്ന പേരിൽ തന്നെ നടത്താറുണ്ട്. അവിടെ ഈ വട്ടക്കളിക്ക് നടുവിൽ സ്ത്രീകൾ ഉരലും ഉലക്കയും വെച്ച് നവധാന്യങ്ങൾ ഇടിച്ചുകൊണ്ട് കളിക്കുന്ന കളിയാണ് കണ്യാർ കളി. തമിഴിൽ മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം എന്നറിയപ്പെടുന്നത് കാണിയക്ഷി എന്ന പേരിലാണ് എന്ന് മലബാർ മാനുവലിൽ ലോഗൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് കാണത്തിനുടയോൻ കളിച്ച കളി കാണിയക്ഷി കളിയും അത് പിന്നീട് കണ്യാർ കളിയുമായി മാറിയതാണ് എന്ന നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്.
The announcement of Kanyarkali, jointly made by the elders of the Desham and the master of the art in the presence of the local residents, is known as Kali Kumbidal. Vattakali, the ritualistic dance of Kanyarkali, is performed subsequently. പക്ഷേ അതിനു മുമ്പ് വേല കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ വേട്ടക്കരവൻ്റെ മുമ്പിൽ ഈ നരിയും പുലിയും കൊല്ലുന്ന ദിവസം ഒരു വട്ടം വട്ടക്കളി കളിക്കാറുണ്ട്. Idakali is a rehearsal conducted strictly for the same number of days as the actual performance. Sufficient rehearsals are given before Idakali. ഇടക്കളിക്ക് മുമ്പ് കളിയഭ്യാസം നടന്നിരിക്കണം. അതായത് കളിയഭ്യാസം ചെലമ്പ് അരങ്ങ് ചെലമ്പായിട്ട് വേണം ഈ പതിയാട്ടിലില്ലത്തിൽ കളിക്കുന്ന കളിയെ കണക്കാക്കേണ്ടത്. Before Kanyarkali, Guru Puja and Kalari Puja are performed as rituals in the localities concerned. കന്യാർകളിക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച രംഗവേദി ഉണ്ട്. എങ്കിലും പ്രേക്ഷക സ്ഥാനം അവതാരകരിൽ നിന്ന് വളരെയേറെ അകന്നിട്ടല്ല. കന്യാർകളി പന്തലിൻ്റെ 4 ഭാഗത്തും പ്രേക്ഷകർക്ക് ഇരിക്കും. നാട്യശാസ്ത്രപ്രകാരം അനുശാസിക്കുന്ന 64 കോൽ ചുറ്റളവിലാണ് കന്യാർകളിയുടെ പന്തൽ ഒരുക്കുന്നത്. 9 കാൽ പന്തലാണ് സാധാരണയായിട്ട്. സമചതുരാകൃതിയിലുള്ള പന്തലിൻ്റെ ചുറ്റും ആയിട്ട് 8 കാലും നടുക്കിൽ 1 കാലും, അങ്ങനെ 9 കാലാണ് പന്തൽ. ക്ഷേത്രനടയിലെ കരിങ്കൽ വിളക്കിനെ കേന്ദ്രീകരിച്ചിട്ടാണ് സാധാരണയായിട്ട് കന്യാർകളിയുടെ പന്തലിടാറ്. കുരുത്തോല, കളിക്കൊന്ന പൂക്കൾ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ തൃശ്ശൂർ ജില്ലക്കാർ അതിനെ പൂമരം എന്ന് പറയും. പൂമരത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം പൂക്കൾ, ഇത്തരം പൂക്കളൊക്കെ പന്തൽ അലങ്കരിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പന്തൽ ഓരോ കാലിന് ചുറ്റും തൂക്കുവിളക്ക്. ആദ്യകാലങ്ങളിൽ ഈ വൈദ്യുത ദീപങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. നടുക്കിലെ വലിയ കളിവിളക്കും ചുറ്റുഭാഗത്ത് തൂക്കിയിട്ടുള്ള തൂക്കുവിളക്കിൻ്റെയും പ്രകാശത്തിൽ മാത്രമാണ് കന്യാർകളി അവതരണങ്ങൾ നടന്നിരുന്നത്. 8 കാൽ എന്നത് ലോകപാലകന്മാരെയും അഷ്ടദിക്പാലകന്മാരെയും ഉദ്ദേശിച്ചും നടുവിലുള്ള കാല് ശ്രീദേവി എന്ന മഹാദേവി അവിടെ വിളക്കും കൊളുത്തിയിട്ടാണ് നമ്മൾ ഭഗവതി അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. A Keli is performed during the evenings of Kanyarkali in the temple premises as an announcement. Vattakali is performed in conformity with Kanyarkali and is a ceremony conducted in front of the temple after the oracle comes in action. Participants under the leadership of their master pay homage to the deity and they enter the stage after going around the temple in a procession accompanied by drum beats, an oil lamp with pointed handle, multi-pronged torch with long handle, a box carrying divine ashes, sword and the jingling anklet of the goddess in the absence of the oracle. The procession then concludes after installing the sword and the ash box in the stage. Vattakali is a ceremony where the participants sing in praise of goddess, dancing around the lamp in the stage. Prostration ceremony is then followed after each round, played in the process of concluding the drum beat. Participants pay homage to goddess earth, the lamp at the center, musical instruments, and finally at the feet of the Kaliyashan. Singing of Vattakali songs of each day commences then. A dhoti with a golden border and a turban of similar cloth is the attire of Vattakali participants. Kaliyashans wear a garland. Vattakali of Kudalmannam locality has a distinction where participants enter the stage in a dress similar to the one worn for Krishnanatam. They perform Vattakali with a red silk turban holding a matira stick in their hand. In places like Pallashana Desham,
where there are 4 days of performance. Each day's Kali has a special significance. The performance of the first day is known as Ponnana Kali, also known as Ponnaninya Kali. ഒന്നാമത്തെ പൊന്നാനിയിൽ നടപട്ടത്തിൽ ദിത്ത ദിന്തക്കത്വം എന്നുള്ള ചെമ്പടയിലുള്ള ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ ഉടൻ നടവട്ടം കഴിഞ്ഞ ഉടനെ ഇന്ന പാട്ട് തന്നെ ആണ് പാടുന്നത്. ഞാൻ പറഞ്ഞ പോലെ മാതാ The second day's play is known as Andi Kuthu. Andis are people from Tamil Nadu and devotees of the deity Subramanya. As a means of penance to attain salvation, they roam around the country with a begging bowl. The Porata of Pandaram is the main event on that day. രണ്ടാമത്തെ ദിവസം നടവട്ടം മുന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ ഹരനൂടെ പാദം പാർവതി പരമേശ്വരന്മാരെ പറ്റിയുള്ള ഇത് തന്നെയാണത്. അന്ന് മുഴുവൻ പാടേണ്ടതും ശിവനെ പറ്റിയാണ്. നീണ്ട ചീടയുമോ. വള്ളോൻ കൃഷിക്കാരനാണ്. ഈ വള്ളോൻ പാടങ്ങളിൽ കൂടി നടന്ന് ഈ കഴായിലുള്ള മീനൊക്കെ പിടിച്ച് അവയൊക്കെ ആസ്വദിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതി. അതായത് കാർഷിക വൃത്തിയിൽ കർക്കിടക മാസമാകുമ്പോഴാണ് വള്ളോൻ കളി വരിക. വള്ളോൻ കളി പറഞ്ഞാൽ അതും ശിവനാണ്. മലമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ള വട്ടക്കളിയാണ്. പിന്നെ വട്ടക്കളി 3 വട്ടം വീതം 4 ദിവസവും രാവിലെ ഓരോ വട്ടവും. ആദ്യത്തെ 3 ദിവസം ഉണർത്തുപാട്ടെന്ന നിലയ്ക്കുള്ള പാട്ടുകളും അവസാനത്തെ രാവിലെ കളിക്കുന്ന വട്ടക്കളിയിൽ ഉറക്കുപാട്ടെന്നുള്ള സംഗീതമുള്ള പാട്ടുകളുമായി മാറ്റിപ്പാടുന്നു. ഈ 3 എണ്ണത്തിലും ആണ്ടിയായി വരുന്നതും പരമശിവനാണ്, വള്ളോനായി വരുന്നതും പരമശിവനാണ്, മലയനായി വരുന്നതും പരമശിവനാണ്. പരമശിവൻ എന്ന സങ്കല്പം പ്രകൃതിയാണ്. പ്രകൃതിയെ സ്തുതിച്ചുകൊണ്ട് വർഷം ഉണ്ടാകാനും ധാന്യങ്ങൾ വിളയാനും ഒരു തുടക്കം കുറിക്കുന്നത് മേടം 1-ാം തീയതി കഴിഞ്ഞ് വിഷു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കന്യാർകളി ദേശങ്ങളിൽ നടത്തി വരാറുള്ളത്. On completion of all plays, the next morning, there is a ritual of singing hymns in praise of Yakshi and Gandharvas. It is believed that this is to invite such imaginary powers onto the stage. അപ്പോൾ കളി കഴിഞ്ഞാലുള്ള ഈ തോറ്റം ചൊല്ലി യക്ഷിഗന്ധർവാദികൾ അവിടെ വരുമെന്നും തുടർന്നുള്ള 7 ദിവസം അവരെ ആ പന്തലിൽ നൃത്തം ചെയ്യുമെന്ന് ദേശക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ 7 ദിവസത്തിന് ശേഷം മാത്രമേ അവിടെ കളിപ്പന്തൽ അഴിച്ചു മാറ്റൂ. Teyyattu or Tudimuttu is a custom performed after the 4 days play to ward off the evil eye which might have affected the participants. This is done by touching all the joints of the body. Poovaral is an important ritual performed towards the end of Kanyarkali. Singing auspicious songs, the participants offer rice, paddy and flour at the lamp placed at the center of the stage. 4 ദിവസം കളി കഴിഞ്ഞ് ഒടുവിൽ പൂവാരുന്ന ദിവസത്തിലും വട്ടക്കളിക്ക് സമാനമായിട്ട് ഒരേ ഒരു പാട്ടേ പാടാറുള്ളൂ. പീലി തലയും കെട്ടി എന്നുള്ളൊരു പാട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞാൽ പിന്നെ വട്ടക്കളിയോ പൊറാട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഭഗവാനെ വന്നിട്ട് പ്രാർത്ഥിച്ച് കിടത്തി ഉറക്കുന്ന ഒരു പാട്ടാണത്. ആന കൊമ്പ് കൊണ്ട് വണ്ടേ നാലേ വനത്തേനൊരു ആന കൊമ്പ് കൊണ്ട് വണ്ടേ നാലേ വനത്തേനൊരു ആന കൊമ്പ് കൊണ്ട് വണ്ടേ നാലേ വനത്തേനൊരു ആന കൊമ്പ്. കന്യാർകളി തീർത്തും ഒരു അരങ്ങുകലയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് അനുഷ്ഠാനത്തിനും അരങ്ങിനും തുല്യ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിലും ഇന്ന് നാട്ടുപന്തൽ എന്ന് പറയുന്നത് ഒരു തിയേറ്ററായിട്ട് മാറിയിരിക്കുന്നു. ഒരു പെർഫോമൻസിൻ്റെ
ഒരുപാട് സവിശേഷതകൾ കളിക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ണിയാർ കളി ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിശിഷ്ട നൃത്തരൂപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. Porattu is an act of entertainment inherent in the structure of all the performing arts. Porattu is a feast of both visual and musical items played to break the monotonous rituals. It is a social art form performed presenting the village life humorously. Nevertheless, Porattu plays are on par with the ritualistic Vattakali in its significance. Its functions are not only to impart humor and entertainment, but includes deep philosophical awareness, logical thinking, as well as social education. Each Porattu, which lasts for hours, comprises complex dance steps and martial acrobatics. ഈ കന്യാർകളിയും പൊറാട്ടുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വൈകുന്നേരം 9 മണി തൊട്ട് രാവിലെ 8 മണി വരെ വെറും പുരുഷന്മാർ മാത്രം ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് കളിക്കുമ്പോൾ ആ കളിയിൽ വിരസത ഒഴിവാക്കാൻ വേണ്ടി ഇതിനിടയ്ക്ക് ചില പൊറാട്ടുകൾ ചേർക്കുക എന്ന് വിചാരിച്ച് പൂർവ്വസൂരികളായ കാരണവന്മാർ പൊറാട്ടുകൾ പാണപ്പൊറാട്ടുകളിൽ നിന്നും തെരുക്കൂത്തുകളിൽ നിന്നും കാക്കാരശ്ശി നാടകം, ഹരിശ്ചന്ദ്ര നാടകം എന്നീ അവിടെ നിന്ന് ചില വേഷങ്ങൾ എടുത്ത് പൊറാട്ടുകളായി അവതരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അനുഷ്ഠാനത്തിന് പുറത്ത് കളിക്കുന്ന അവ പൊറാട്ടുകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. The characters of the Kanyarkali Porattu represent various communities of Kerala and Tamil Nadu. Generally, these Porattu plays, presented in dance form, portray the awareness, ignorance, and peculiarities of these people. Among these, songs, steps, and the ending steps of each round are given importance. Besides, there are a few Porattu plays where importance is given to dialogues. There are two types of Porattu plays based on the costumes and makeup. Porattu wearing glaring costumes like pajama, waist and shining turban are called either dress Porattu or Raja part. They represent its link to Tamil culture. Dress Porattu plays include Chakliyar, Tottiyar, Pusharis, Mariamma, Vaishnavar, etc. Kari Porattu represent the Dalit communities engaged in different type of labours belonging to rural area as well as the hillside of Kerala. The costumes of Kari Porattu are black trouser, vest, a garland made of palm leaves, a short stick and a golden bordered cloth worn in the shape of eggs across the chest. Kuravas, Kalluli Chittas, Vadugas, Nayadis, Cherumas, Malayas, Mudugas, Kavaras, Vetuvakanakas, Vedas, Kalladi, etc. are Kari Porattu. Female characters like Chaklichi, Tottichi, Pookari, Parachi et al., wearing silk skirt, jacket, davani, with plaited hair decorated with flowers, appear in a charming form. All the female characters of Kanyarkali are performed only by male members. Characters like Kuravan and Mannan enter the stage with a short stick in hand, wearing golden bordered dhoti, white shirt, a kasava veshti and an ear stud. Female characters of Kari Porattu wear the golden bordered dhoti as well as the veshti of the same material, with their hair tied as a tuft covered with flowers. These characters include Kuratti, Mannati, Cherumi, Paati et al. Thalla Cherumi enters wearing muttappu, covering the chest with dhoti, with a broom and a sift. The costumes of Cheruma and Tottiya have a barbarous look. Kanyarkali Porattu plays are divided into three based on the number of participants. That is, Otta Porattu, Iratta Porattu and Kutta Porattu.
Ottaparata is presented by a single person, that is, Chalkaran, Ottachakliyan, Ottaparayan, Chitrashari, Sundara Kurukkal, Ottavedan, Kalladi, Tavitturaman, Ottapushari, Pattar, Ilichavayan, Egamala, Nichakoima, Aril Ezhuthachan, Paati, and Thallachirumi. വന്ദിതേ കള്ള് ഈശ്വരൻ പോൽ വന്ദിതേ കള്ള് കുടിക്ക റൊമ്പാനന്ദമാകിത് വന്ദിതേ കള്ള് ഈശ്വരൻ പോൽ വന്ദിതേ കള്ള്. There are couple parata in Iratta parata formed by both male and female characters, that is, Kuravan Kuratti, Mannan Mannati, Cheruman Cherumi, Tottiyan Tottichi, Pookari Kallan, Remban Rembatti, Kavarachi Kavara, Chaklichi Chakliyan et al. There are dual male characters, namely Iratta Kudan, Cheru Chatan and Pambati, and dual female characters like Vella Kodichi, Vesha Kodichi and Iratta Malachi. Kutta Parata is meant for presenting dance form of complex nature. Parata like Kutta Chakliyas, Kutta Tottiyas, Kutta Mariyamma, Kutta Pushari, Kongaparayas, Vaishnavas, Pandaras alias Tapasvi, Vetuva Kanakas, Malayas, Kutta Mappila, Kalluli Chittas, Kutta Kavaras, Kutta Kuravas, Kutta Mudagas, Kutta Nayadis, Kutta Vedas present a spectacular dance performance. ഇതിൽ വളരെ അനായാസം ചുവടുകൾ വച്ച് കളിക്കുന്ന ദേശത്തനിമയുടെ ആ ഒരു കേളീരസം, അതിനാണ് ഈ കലാരൂപത്തിൽ പ്രാധാന്യം ഉള്ളത്. ഇപ്പോൾ നമുക്ക് സാത്വിക ഭാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കലാരൂപങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സഞ്ചാരി ഭാവങ്ങൾക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അവൻ്റെ വളർമ്മയുടെ തെളിവാണ് സഞ്ചാരി ഭാവങ്ങൾ. സ്ഥായിയായ മുദ്രയേക്കാൾ വളർമ്മയുടെ പ്രതീകമായ സങ്കല്പമായ 40ഓളം വിവിധ ഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന കൂട്ടുപൊറാട്ടുകൾ, അത് ഈ കണ്യാർകളിയുടെ ഒരു തനിമയാണ്, മുദ്രയാണ്. അത് തന്നെയാണ് അതിൻ്റെ രസവും എന്ന് പറയുന്നത്. Though the theme and style of presentation is simple, Kanyarkali Parata also deals with deep and strong subjects. There is a custom of reciting Viruttam at the intermediary stage before the entry of Rajapattu Parata to the main stage. Viruttams are verses explaining the origin, character, and greatness of the Parata. This practice is not found in Kari Parata. Instead, they introduce themselves through the songs. Subsequently, they enter the stage reciting rhythmic sounds. The interrogator, usually the Kaliyashan, inquires about their identity as and when each Parata enters the stage. These people explain their identity to the Kaliyashan, since he could not recognize them from their costumes and the items in their possession. Each community explains about the greatness of their caste and occupation. Besides, they also explain their sufferings and the problems faced by them in their life.
Then they present their individual abilities. The songs also include the description of the places visited. Aartivattam is a stage of Koottaporattu where the charm of the group dance appears. It is a complex performance where artists form groups and pairs. This is the main attraction of dress Porattu. The Porattu retreats by offering prayers after many rounds, explaining their purpose of visit and presenting the abilities of each character. Varnakku is a humorous conversation of the interrogator with the Porattu characters. The function of Vanakkukaran of Kanyarkali is similar to the Vidushaka in Sanskrit drama. The oral function of Vanakkukaran is both thought-provoking and humorous. His function includes complete familiarization of each character of the Porattu. Through improvisation and by linking the contemporary events with Kanyarkali, Vanakkukaran keeps the performance alive. The theme of all the couple Porattu in Kanyarkali is the same. In the beginning, the female character enters the stage. In the course of enjoying festivals like Trishur Puram, Mulayankavu Vela, Aarattupuzha Puram, Puduscherry Vedi, Kunisheri Kummati, etc., they miss their husbands in the crowd. Finally, they reach here after searching for them in many places. Meanwhile, their husbands also reach the stage in search of their dear ones. They meet each other with the help of Kaliyashan. They start quarreling because of the long absence. Kaliyashan intervenes and smoothens the situation by uniting them again. This theme is somewhat similar to the one in Porattu Nadagam. Characters entering the stage explain their individual occupation. While Kuravan sells the cloth, Kuratti engages in palmistry. Kuratti predicts Ashan's life by studying his palm. Kuratti moves away from the stage on instruction from the Kaliyashan. Afterwards, Kuravan enters and describes the festivals seen by him. They start quarreling when they face each other. Ashil is the term used for the quarrel between the couple. After settling their quarrel, they perform Onakali and they go back. The same is the scene with Mannan and Mannati. Mannati moves away from the scene after explaining about the sufferings of Dhobi and the reason why she missed her husband. The characters Cheruman and Cherumi are peculiar to Palakkad district. Cherumis engage in the activities of watering the fields along with men. Their conversations reach on the verge of obscene language. The characters who have the background of Tamil culture, like Dasi of Tanjavur, Pookari of Tiruchendur, Tottichi of Anamalai, Chakkalichis from the outskirts of Palani, and Tekkati of Tirunelveli, reach Palakkad in search of any job. They meet their missing husbands at this stage. The occupation of Tottichi is tattooing. She knows all types of tattoos. In the Porattu Pookari and Kallan,
The character Pukari enters first by selling flowers. The character of thief says that for him, Alathur sub-jail is like father's house, Palakkad jail is like grandma's house, Madras jail is like uncle's house, and the Pollachi jail is like his kid's house. Pukari demands a house to stay, a mat to lie down, oil to apply on the head, water to drink, a pond to take bath, and dress to wear as her conditions to marry him. അവസാനത്തെ ഒരു സത്യം ജയിലുണ്ട്. ആ സത്യം ജയിലിൽ കുറച്ച് പാടുന്നുണ്ട്. ഉത്തമിയായിട്ടാണും പെണ്ണും ലോകത്തിലില്ല നാണു വെച്ച വിളക്കാണ് ഞാനിത് സത്യം ചെയ്യുന്നു. അപ്പോൾ ഉത്തമിയായിട്ട് ആണും പെണ്ണും ഈ ലോകത്തിൽ എവിടെയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കും. അവസാനം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറവൻ പറയുന്നുണ്ട്, അതിൽ നിനക്ക് ഗർഭമുണ്ടെങ്കിൽ പോട്ടെ, നമുക്കൊരു കുട്ടി കൂടെ ആയല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആ ഒരു കൾച്ചർ, അത് സംസ്കാരത്തിൻ്റെ അന്ന് കാലത്ത് ആ സംസ്കാരം കൂടെ പറഞ്ഞിട്ടാണ് അവർ നാട്ടിൽ വിട്ടുപോകുന്നത്. The couple parata of this kind, which have as its common theme silly quarrels, temporary separation and reunion by the intervention of Kaliyashan, functions primarily as a family court in a society. ജാതിയേതു കാണും എന്നാണ്ടേ ശൈവമേതു കാണും. Each parata is different and distinct in both content and presentation. There are hundreds of such parata playing throughout Deshams, which deal with issues ranging from socio-political to philosophical intricacies. 90 വയസ്സ് വരെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അയാൾ മരിച്ചാൽ ഉടനെ ഇവിടെ കൊണ്ടുപോയിട്ട് അതിന് കാക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കാട്ടും വലിയവല്ല ഞാൻ അത് ചോദിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ദൈവമായുള്ള സുബ്രഹ്മണ്യം കല്യാണം കഴിച്ച വള്ളി, ആ വള്ളി വന്നിട്ട് എൻ്റെ ജാതിക്കാരനാണ്. നിങ്ങളുടെ സുബ്രഹ്മണ്യം കഴിച്ച ദൈവാന പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കല്യാണം ചെയ്യും അന്ന് പറകൊട്ടിയവൻ ഞാനാണ്. അപ്പോൾ നിങ്ങളെക്കാട്ടിലും വലിയ ജാതി ഞാനല്ല. പാനപരതട്ടും കോട്ടി വള്ളുവരാജൻ നാനല്ലവോ. പാനപരതട്ടും കോട്ടി വള്ളുവരാജൻ നാനല്ലവോ. വയറ്റിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി കരുവായിട്ട് അത് വെളിയിൽ വരുന്ന വരെയുള്ള ഇത് വരുന്നുണ്ടായില്ല. ആദിയമാദത്തിലേ നാനും അമ്പൂവിൻ പോളை போல் இருந்தேனையா. ആറാം മാസത്തിൽ ആമ പോലെ, 7-ാം മാസത്തിൽ എഴുന്തി ഇരുന്നു, 8-ാം മാസത്തിൽ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാൻ തുടങ്ങിയ കുട്ടി, 9-ാം മാസത്തിൽ ഒരുമയായി, 10-ാം മാസത്തിൽ പരിതപിത്ത് വീണു. ചക്കിലിയൻ എന്ന പൊറാട്ടിൽ ഒരു പാട്ടുണ്ട്. 4 കാൽ 4 വേദം നയനമൊട ഇരവി തിങ്കൾ. ஆனால் அது எப்படி என்றால் 4 காலாவது 4 வேதமாகலும், நயனமாவது ஆதித்ய சந்திரனாகலும், வாலாகிறது வாயுதேவனாகலும், கொம்பாவது பிரம்மலோகனாகலும், செவியாவது விஷ்ணுலோகமாகிலும், சாணியாவது சிவனாகிலும், மாட்டினுடைய சரீரமானது தேவலோகமாகிலும், இப்படியாகப்பட்ட ஞானமாட்டைமால் പുടുത്ത മാട്ടൈ ഞാൻ തിങ്ക മാട്ടേൻ സ്വാമി. നീ ചത്തമാട്ടിനെ തിന്നവനായതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത്, മന്ദിരം ചൊല്ലി മാട്ടയറുത്ത് മനയോരെല്ലാം കൂടിക്കൊണ്ട് സുന്ദരമായ കറികൾ സമയത്തും സാപ്പിട്ടതില്ലയോ കൂപ്പിട്ട് കേളുങ്ങോ എന്ന് വെച്ചാൽ യാഗം ചെയ്യുന്ന ഈ ജ്വൻ ആ മൃഗത്തിനെ കൊല്ലുകയാണ്. അയാൾ ഭക്ഷണത്തിന് വേണ്ടി പോലും അല്ല കൊല്ലുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. കണ്യാർകളിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാണാക്കാണ് ഒടൽക്കൂറ്. ഒടൽക്കൂറ് എന്ന് തമിഴിലാണ് പറയുന്നതെങ്കിലും അത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ആദ്യത്തെ ചലനമുണ്ടാകുന്നത് മുതൽ ആ കുട്ടി പുറത്തു വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് കണ്യാർകളിയുടെ വാണാക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. തൊട്ടിയേരിൽ വന്നിട്ട് അവരുടെ നിങ്ങൾ തീണ്ടപ്പെടാത്ത ജാതിയാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്നും അമ്പലങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളിവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പം ഞങ്ങളുടെ ജാതി മുറയും നിങ്ങളൊന്ന്
ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുമ്പോട്ട്. അപ്പോഴാണ് അവർ പറയുക, എങ്ങളുടെ ജാതി മുറമൈ നാങ്കൾ ഒവ്വൊன்றாய் சொல்லுகிறேன் கேளுமையா. The songs in the Purata of Vaishnava portray the essence of the philosophy of Adhyatma Vedanta. கூடு போற வேளை தன்னிலே கூட வருவதாரடா, பாடும் நாமம் தேடும் மோக்ஷம் പാദ പങ്കജം ചേരുമേ മനസ്സേ ഉണക്കിന്ദമോഹം. ഈ കൂട്ടച്ചക്കളിയറിനെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എവിടെയാണ് നാട് എന്ന് ഇതാകുമ്പോൾ ചോദിക്കുമ്പോൾ അവർ ചക്കളിയർ പറയുന്ന ഉത്തരം, കണ്ണാലെ പാർത്തതെല്ലാം എങ്കൽ നാട്, കാതാലെ കേട്ടതെല്ലാം എങ്കൽ നാട്, കാലാലെ നടന്നതെല്ലാം എങ്കൽ നാട്, ഇപ്പിടി 14 ലോകവും എങ്കൽ നാട് താൻ അയ്യാ സ്വാമി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദർശനം അപ്പോൾ നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള നമ്മളെ അതിർത്തി വരമ്പുകളൊക്കെ അപ്രസക്താക്കണ മാതിരിയാണ് അവർ വളരെ കാഷ്വലായിട്ട് അത് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് അവർ ശരിക്കും പറഞ്ഞു പോകണം. തന്തൈത ഇരുവരും രണ്ടും ഒരു മണമാകത്തായ്ക്കാവിൽ നീക്കാവിൽ നീർകൊടുത്ത് പാവയ്യാട്ടം രണ്ടും ചെയ്യുമ്പോതേ ഊത്തപ്പടലയ്ക്കുള്ള ഇരുത്തി ഊതിക്കെട്ടി സൂത്രപട്ടയ്ക്കുള്ള ബിന്ദു നെല്ല് ഗർഭം വഴിയായുള്ള നെയ്പ്പടലും കെട്ടി കൂശാമൽ കട്ടയെ തീർക്കിറായി കൂത്തൈപ്പാർക്ക വാരുങ്കോ സ്വാമി കൂത്തൈപ്പാർക്ക വാരുങ്കോ. 5 ഭൂതപ്പലകെ കപ്പലായി നാട്ടി ആങ്കാരം ഓങ്കാരം പായ്മരം നാട്ടി കപ്പപ്പായ് കൊണ്ടൊരു ശീലപ്പേ പോട്ട് ശീലപ്പായ് മേലൊരു ചെമ്പാണി പോട്ട് തിരുവള്ളമെൻ്റെ ഒരു വെള്ളം നടത്തി കൂശാമൽ വെള്ളത്തിലോടുകിற കപ്പലേലയലോ ഏലയലോ കാട് 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 മേട് 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 മേട്ടിലെ നിക്കുറ കള്ളാരെ പട്ടിയും ചാടിപ്പാതനവും ചാടി കുട്ടിയും ചാടിക്കൂരുക്കളും ചാടി എത്തിപ്പറ്റി നിന്ന് തട്ടിക്കൊണ്ടേ പോറെ പട്ടിപാതനം പുള്ളായ് സ്വാമി പട്ടിപാതനം പുള്ളായ്. We can see many indications of Kerala's unique martial tradition in Kanniyarkali. This is basically a ritualistic martial art. The very appearance and steps of Vattakali itself resemble those of Nair soldiers. The function of Avittatalla, which is conducted in connection with Onam festival, is an expression of invoking historical memoirs of the spirit of militant attack. The practice of Kalari was inevitable during early days. Most of the Kariparata enter into the stage with a short stick with 3 charn length or a long stick with 12 charn length in their hand. പന്ത്രണ്ട് ചാണ് നീളമുള്ള ഒരു വടി, അങ്ങനെ പേറായിട്ട് നിന്ന് ആയോധന കളി വടിത്തല്ല് എന്ന് പറയും. അത് പ്രസൻറ്റ് ചെയ്യുന്നു താളലയത്തോട് ഒട്ടിച്ച്. അതുമാതിരി തന്നെ മുച്ചാൻ വടി എന്ന് പറയുന്നു, അതായത് 3 ചാണിൻ്റെ നീളത്തിലുള്ള വടി. അത് കൂടാൻ പൊറാട്ടാണ്, അത് ഇരട്ട പൊറാട്ടാണ്. Besides, we can see the influence of martial arts like Kalaripayattu, Kolkali, Parijamuttu, etc., which have its origin in North Malabar in the Purata of Kanniyarkali. There have been many exchanges between traditional ritualistic folk art forms of Kerala and Kanniyarkali, which can claim 500 years of antiquity. We can find direct or indirect relation between Kanniyarkali and classical art forms like Koothu, Kudiyattam, Krishnanattam, Kathakali, Tullal, etc., and folk arts like Padayani, Pottan Theyyam, Sangakali, Porattu Nadagam, Mudiyettu, Kakarishi Nadagam, Aryamala Nadagam, ഏഴാമത്ത് കളി എക്സെട്ര. നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രകലയായിട്ടുള്ള കഥകളി കണ്ണിയാർകളിയും തമ്മിൽ കുറേയേറെ സമാനതകൾ പുലർത്തുന്നുണ്ട്. വട്ടക്കളിയിലെ മുദ്രകൾ കഥകളി മുദ്രകളുമായിട്ട് സാമ്യമുണ്ട്. കൈപിടിക്കുന്നതും അതേപോലെ കാലിൻ്റെ വെള്ള മലത്തിച്ചവിട്ട എന്ന് പറയുന്ന കഥകളിയിലെ പ്രയോഗം നമുക്ക് കണ്ണിയാർകളിയിൽ കാണുന്നുണ്ട്. മറ്റൊന്ന് വാരിക്കുട്ടിത്തോഴൽ. ദേശത്ത് കഥകളി ഉണ്ട് എന്നറിയിക്കാനായിട്ട് സന്ധ്യാകേളി നടത്തുന്നു. മറ്റൊന്ന് അരങ്ങുകേളി. കഥകളിയിലുള്ള സന്ധ്യാകേളിയും അതേപോലുള്ള അരങ്ങുകേളിയും കണ്ണിയാർകളിക്കുണ്ട്. കഥ ജനകീയമാക്കാനുള്ള സ്വാതന്ത്ര്യം
തുള്ളൽ കണ്ണിയാർകളിയുടെ രംഗവേദിയിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. പാലക്കാട് ജില്ലയിലെ സാമൂതിരി ഭരണപ്രദേശങ്ങളായിരുന്ന കുൾമന്നം, മഞ്ഞളൂർ എന്നീ ദേശങ്ങളിലാണ് കൃഷ്ണനാട്ടത്തിൻ്റെ പിറവി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കണ്ണിയാർകളിയിലെ വട്ടക്കളിയുടെ ചുവടുവെപ്പിന് ഈ കൃഷ്ണനാട്ടത്തിൻ്റെ ചുവടുവെപ്പുകളുമായിട്ട് സാദൃശ്യം കാണാൻ സാധിക്കും. പാലക്കാട് ജില്ലയുടെ ഒരു നാടൻ കലാരൂപമായി വെള്ളരിക്കണ്ടങ്ങളിലും ഈ കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്ന പൊറാട്ട് നാടകങ്ങൾ, ആ പൊറാട്ട് നാടകങ്ങളിലെ ഇരട്ട പൊറാട്ടുകളെയാണ് കൂടുതലായിട്ട് കണ്ണിയാർകളി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കുറവൻ കുറത്തിക്ക് പൊറാട്ട് നാടകമായിട്ടും ബന്ധമുണ്ട്, മറ്റൊന്ന് കാക്കാരശ്ശി നാടകമായിട്ടും ബന്ധമുണ്ട്. പിന്നെ ഭാഷാപ്രയോഗത്തിൽ കുറച്ചും കൂടി സഭ്യത കണ്ണിയാർകളി പൊറാട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്, സഭ്യത സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടി ഉപരിവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണ് കണ്ണിയാർകളിയുടെ പ്രേക്ഷകർ എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മധ്യ കേരളത്തിൽ കാളിപ്രീതിക്കായിട്ട് നടത്തുന്ന മുടിയേറ്റ്, കോയിമ്പട നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മുടിയേറ്റിൽ വരുന്നുണ്ട്. കണ്ണിയാർകളിയിൽ ഇട്ടിക്കണ്ടപ്പൻ എന്നുള്ള പേരിലുള്ള പൊറാട്ടാണ് അതേ സ്ഥാനം, അതായത് നായരുടെ പ്രതിനിധിയായിട്ട് രംഗത്ത് വരുന്നത് ഇട്ടിക്കണ്ടപ്പനാണ്. പാലക്കാട് ജില്ലയിലെ പാണ സമുദായക്കാർ അവതരിപ്പിച്ചിരുന്ന ആര്യന്മാല നാടകം, ഈ ആര്യന്മാല നാടകത്തിൻ്റെ കഥയാണ് കണ്ണിയാർകളിയിലെ പാമ്പാട്ടി പൊറാട്ടിൻ്റെ കഥ. ഉത്തര കേരളത്തിലെ കാവുകളിൽ ഇറങ്ങേറുന്ന പൊട്ടന്തെയ്യത്തിൻ്റെ തോറ്റങ്ങളിൽ കണ്ണിയാർകളിയുടെ വള്ളോൻ പാട്ടിൻ്റെ സമാനമായിട്ടുള്ള വരികൾ കാണാം. ഇത് പടയണിയിലും ഉണ്ട്. കേരള കണ്ണിയാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ എന്ന ഈ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് 21 വർഷങ്ങൾ കഴിഞ്ഞു. 1993 നെന്മാറ ദേശത്തുള്ള കണ്ണിയാർകളി പ്രേമികൾ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ നടക്കുന്ന എല്ലാ ദേശങ്ങളെയും ഒന്നിച്ചുകൊണ്ട് ഒരു കണ്ണിയാർകളി മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. 1994 ഫെബ്രുവരി 13 നെന്മാറയിൽ വെച്ച് ആണ് ഈ പ്രസ്ഥാനത്തിന് രൂപം വെച്ചത്. കേരള കണ്ണിയാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ തീർച്ചയായും കണ്ണിയാർകളിയുടെ വളർച്ച എന്നുള്ളതിനേക്കാൾ ഉപരി കണ്ണിയാർകളിയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് കണ്ണിയാർകളി ആർട്സ് പ്രൊമോഷൻ നടത്തുന്നത്. ഈ കലയിൽ പാട്ടുപാടുവാനും കളിക്കുവാനും ചോദ്യം ചോദിക്കാനും ഒക്കെ കഴിവുള്ള ഒട്ടേറെ കലാകാരന്മാർ അവരുടെ കഴിവുകൾ അതത് ദേശങ്ങളിൽ മാത്രം പ്രദർശിപ്പിച്ച് ആ കഴിവുകൾ മറ്റ് പുറം ലോകം അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം മാറി ഇന്ന് അത്തരത്തിലുള്ള കലാകാരന്മാരെ എല്ലാവരും തിരിച്ചറിയുവാനും അവരർഹിക്കുന്ന രീതിയിലുള്ള അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുവാനും ഉള്ള ഒരു സാഹചര്യം ഈ മേളകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. മറ്റു സമുദായങ്ങൾ നടത്തുന്ന കളിയെക്കുറിച്ചും ഒരിക്കലും അതിനകത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളിയാണെന്നോ, കണ്ണിയാർകളി എന്നുള്ള രീതിയിൽ നടത്തുന്ന കളികളൊക്കെ തന്നെ ദൈവിക കളികൾ തന്നെയാണ്. അതിനൊരിക്കലും നമുക്ക് സംഘടനയ്ക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തലത്തിലേക്ക് ഈ സംഘടന ശക്തിപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നായർ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. Kanyarkali, which had only male artists both on the stage and in the background, has gone through a slight reformation in recent times. Organizations like Pallashana Social Welfare Society have succeeded in bringing girls into Kanyarkali training and staging. A group of girls under the leadership of Anjali Ribishankar of Kakayur Desham has proven the feminine sweetness of Kanyarkali songs during recent years. It is a rare, blissful experience to hear those musical as well as philosophical songs of Kongaparayar Poratta sung by these girls. ഇപ്പോൾ ഒരു പുതിയൊരു സംരംഭം എന്ന രീതിയിൽ പറയാവുന്നതാണ്. ദുബായിൽ കഴിഞ്ഞ 3 പ്രാവശ്യത്തായിട്ട് അവർ 2 വർഷത്തിലൊരിക്കലാണ് ഇത് അവിടെ നടത്തുന്നത്. 9 കാൽ പന്തലിട്ടിട്ട് വിവിധ ദേശങ്ങളുടെ കൂട്ടായ്മ ദുബായിൽ മുടങ്ങാതെ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അവരധിക വർഷവും അവിടുത്തെ ആളുകൾ തന്നെയാണ് കളിക്കുന്നത്. കുറച്ച് പേര് ഇവിടുന്ന് പോകും, കുറച്ച് സഹായിക്കാനെന്തെങ്കിലും അങ്ങനെ പോകുന്നല്ലാതെ അവിടുത്തെ ആളുകൾ തന്നെയാണ് കളിക്കുന്നത്. വേറൊരു പ്രത്യേകത, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത പുതിയ കുട്ടികളെ അവിടെ തന്നെ പരിശീലിപ്പിച്ചിട്ട് ഈ കണ്ണിയാർകളി അറിയാത്ത കുട്ടികൾ അവിടെ ആ പന്തലിൽ വന്നിട്ട് കളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദേശക്കളി പന്തലിനൊപ്പം തന്നെ ഒരു ഇത് തോന്നുന്നത് നമ്മുടെ നാട് വിട്ടുപോയ ആൾക്കാർക്ക് ഇപ്പോഴും അത് എത്തിക്കാൻ ഇതിലൂടെ അവർക്ക് ആ സംരംഭത്തിലൂടെ അവർക്ക് കഴിയേണ്ടതെന്നുള്ളത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ പല്ലശ്ശന സോഷ്യൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സംഘടന രൂപീകരിക്കുകയും പുരുഷന്മാർ സാമുദായിക അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളി
എല്ലാ സമുദായത്തിലെ അംഗങ്ങളെയും സ്ത്രീ പുരുഷ ഭേദമെന്ന് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്യാർകളി പല ഭാഗങ്ങളിലും അവതരിപ്പിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനും മറ്റുള്ള സമുദായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നതിനും കേരള സർക്കാരിൽ നിന്ന് ഫോക്കുലർ അക്കാദമിയിൽ നിന്ന് 160ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സമുദായക്കാരും പങ്കെടുപ്പിച്ചുകൊണ്ടും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ കലയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. Kanyarkali, being primarily a dance form, anchors itself on the steps. There is not much importance given to hand gestures or facial expressions. Instead, it uses rich and complex steps throughout the performance. There are distinct steps used at times, like the entry of Parata into the stage, during the interim closure of each round, etc. The basic stage of practicing Kanyarkali is learning these steps itself. It is in the footing structure of the performance, starting in a very slow rhythm and progressing through a crescendo up to its peak, that the charm of group dance appears. ഇതിന് ഒരുപാട് കാലുകളുണ്ട്. 10 കാലെന്ന് പറയും. 10 കാലെന്ന് പറയുമ്പോൾ 1-ാം കാല്, 2-ാം കാല്, 3-ാം കാല്, പിന്നരട്ടി, മുന്നരട്ടി, സൂചി. സൂചി എന്നൊക്കെ പറയുമ്പോൾ ഒരു പാട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഈ പെരുവിരലിൽ നിൽക്കണം. 5 കാലുകൾ 1, 2, 3, 4 സ്റ്റെപ്പ് ഇട്ടിട്ട് ചാടിയിട്ട് കാല് വീശിക്കൊണ്ട് കലാശം വയ്ക്കുന്നതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങൾക്ക് നിന്നവിടെ വെച്ച് പതിഞ്ഞ താളത്തിൽ ഉള്ള കാല് ഒരുപാട് ഉയർത്താതെയുള്ള കലാശമാണ് നടത്തുക. 1-ാം കാലം തുടങ്ങി ഇതൊക്കെ മറ്റൊക്കെ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇരട്ടി 2, 3, 4, പിന്നിൽ 1, പിന്നിൽ 2, പിന്നെ പിന്നിക്കെട്ടികൾ, ഒരു പിന്നിക്കെട്ടി, 2 പിന്നിക്കെട്ടി, തട്ട്, നിരത്ത്, 1 തൂക്ക്, 2 തൂക്ക്, അവരുടെ കാല് 10-64 കാല് മനോധർമ്മം മാതിരി എടുക്കാം. ഒറ്റ പൊറോട്ട കളിക്കുകയാണെങ്കിൽ താളത്തിനനുസരിച്ച് നമുക്ക് എത്ര കാല് വേണമെങ്കിലും പെരുക്കി കളിക്കാനൊക്കെ സാധിക്കും. പക്ഷേ കൂട്ട പൊറോട്ട ആകുമ്പോൾ ഡിഫിക്കൽട്ടി എന്താ വെച്ചാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നാമത് കളിക്കുന്ന ആളെ നോക്കിയിട്ട് അത് കാല് തെറ്റിയാൽ പിന്നെ അവതരണം കാണാനൊരു ഭംഗിയുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നൃത്തം ഒരേ താളത്തിൽ ഇതിൽ വരണമെങ്കിൽ അത് നേരത്തെ പരിശീലനം കൊണ്ട് മാത്രം അത് സാധിക്കും. It is said that Kanyarkali is the commencement of the agricultural life of a certain culture. We can get numerous indications of agricultural lore from Kanyarkali. ഈ കളി കുമ്പിടുക എന്ന് പറയുന്നത് തന്നെ വിത്ത് എടുത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. വിഷുക്കഴിഞ്ഞ രാവിലെ വിത്ത് വിതയ്ക്കുക എന്നും പൂവാരുക എന്ന് പറഞ്ഞാൽ വിളവെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു മിഥിയോളജിയാണ് അതിലുള്ളത്. During the third day, the day of Vallon, Vattakali songs are related to agriculture. Vallon is an agriculturist. The first Parata of first day, that is Chalkaran itself, is a demonstration of starting of agricultural activities. Within a single Parata, the acts of plowing, sowing seeds, and activities up to the harvest are demonstrated. ചാൽക്കാരൻ വന്ന് വിത്തെടുത്ത് അവിടെ സ്പേസ് മുഴുവൻ ഉപയോഗിക്കുന്നു. അയാൾ തിയേറ്ററിൻ്റെ പക്ഷത്തിൽ നോക്കുമ്പോൾ സ്പേസ് മുഴുവനും എത്ര സ്ഥലമാണോ കന്യാർകളി അവതരിപ്പിക്കാനായി അവിടെ കൊടുത്തിട്ടുള്ളത് അത്രയും സ്ഥലത്ത് അയാൾ നിലമുഴുന്നു, പിന്നെ കൊത്തി ശരിയാക്കും, വെടിപ്പാക്കുന്നു, വിത്ത് എറിയുന്നു, വളമിടുന്നു, എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാർഷിക സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. In the Parata of Cherumi, there is a scene where the character of Cherumi collects and sifts the granules of paddy scattered in the field after harvest. The Parata of Koota Cherumakkal proves that fertility and agriculture are central themes of Kanyarkali. There is a ritual of bringing spike of paddy into the Kanyarkali stage by the characters of Koota Cherumakkal in Pallashana Desham. They place the umbrella made of palm leaves, spike of paddy, and other paraphernalia on one of the pillars of the stage with great uproar and clamour. The Parata, which is performed at the time of dawn, can have the power of inviting the whole past of agricultural life. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്
കൊണ്ടുപോയി അവതരിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു തോന്നൽ, വട്ടക്കിളിയെ വേണ്ടെന്നാണ്. വട്ടക്കിളിയൊന്നും ഒരു കാര്യമില്ല, പൊറാട്ടകൾ മതി എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ അടിസ്ഥാനം പൊറാട്ട ആണോ? അല്ലല്ല, അത് വട്ടക്കിളിയാണ്. പിന്നെ വട്ടക്കിളിയിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഇതെങ്ങനെയാണ് കണ്യാർ കളിയാവും എന്ന് ചോദിച്ചു. അതായത് പുതിയ കാലത്ത് ഈ തിയേറ്ററിക്കലിസം വല്ലാതെ ഇതിലേക്ക് വരുന്നുണ്ട്. ആളുകൾ അനുഷ്ഠാനങ്ങൾ കാണാൻ ആളുകൾക്ക് വലിയ താല്പര്യമില്ല, ദൃശ്യങ്ങൾ കാണാനാണ്. ആ ദൃശ്യവും ശ്രവ്യവും രണ്ടും ഉണ്ട്. ഈ സമകാലിക ജീവിതവുമായിട്ട് നല്ല ബന്ധമുള്ള കാര്യങ്ങളാണ് ഇവിടെ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളും, പ്രത്യേകിച്ച് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളും, അത് ഭംഗിയിൽ റിസീവ് ചെയ്യുന്ന ഓഡിയൻസും കേരളത്തിൽ എവിടെ നടന്നാലും ഒട്ടൊക്കെ ഇവർ ടിപ്പിക്കൽ പാലക്കാടൻ തമിഴ് കലർന്ന ഒരു ശൈലിയിലാണ് സംസാരിക്കുക. ഇത് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും സാമൂഹിക അടിസ്ഥാനത്തിൽ കഴിയാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു മാധ്യമം പൊറാട്ട് വേഷങ്ങളാണ്. ഇപ്പോൾ പലശനയിൽ കൂട്ടച്ചക്കിലിയർ പൊറാട്ടിൽ ഒരു കോടതി രംഗമുണ്ട്. കോടതി രംഗത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു നമ്പൂതിരിയാണ്. ആ നമ്പൂതിരിയുടെ പരസ്ത്രീ ബന്ധത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ പീഡന കേസ് കൊടുക്കുന്നതിൻ്റെ മറ്റൊരു തലം, അതൊരു ചോദ്യം ചെയ്യലും അയാളെ അവിടെ വേറെ സ്ത്രീയായിട്ട് അടുപ്പുണ്ട്. ആ സ്ത്രീയെ അപ്പോൾ എൻ്റെ അവസാനം ആ സ്ത്രീക്ക് നഷ്ടപരിഹാരം നമ്പൂതിരി കൊടുക്കേണ്ടി വന്നു. അങ്ങനൊരവസ്ഥ. അതൊരു കോടതി രംഗമായിട്ട് നാടകത്തിനുള്ളിലെ നാടകം എന്നുള്ള രീതിയിൽ അവർ ഈ കണ്യാർ കളിയുടെ ഈ കൂട്ടപ്പൊറാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാർഷിക സംസ്കാരത്തിനെ ശരിക്കും പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ കലകളും വളർന്നു വരുന്നത്. കാർഷിക സംസ്കാരം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കണ്യാർകളി ആ രീതിയിൽ ആ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതെന്ന് തന്നെ പറയേണ്ടി വരും. പന്തലിന് പുറത്തുള്ള ജീവിതവും പന്തലിനകത്ത് കാണിക്കുന്ന ജീവിതവും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസത്തിന് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പണ്ട് കളിച്ചിരുന്ന പല പൊറാട്ടുകളും ഇന്ന് പതുക്കെ അരങ്ങൊഴിയണ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പന്തലിന് പുറത്തുള്ള ലോകത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സാധ്യതകൾ പറയുന്നത്, ഇപ്പോൾ ബ്രോക്കർ എന്നുള്ളൊരു പൊറാട്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അത് എല്ലാവരും കുറച്ചുകൂടെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭർത്താവില്ലാത്ത പെണ്ണിന് എന്തിന് പവമാല, കട്ടിലിന് നടക്കും മാട്ടിന് ഉണ്ട് അംജത്താല, പൊയ്യല്ലേ നിൻ്റെ പോക്ക് വയ്യല്ലേ നിൻ്റെ വാക്ക്, കയ്യിൽ കാപ്പിൻ്റെ ഷോക്ക് തീപ്പോൻ മൂക്കിൽ ബിലാക്ക്, വയ്യെങ്കിൽ എന്നെ വന്ന് നോക്കണേ, കൊയ്യാമ്പോൾ എന്നെ വന്ന് കൂക്കണേ, ചത്തുപോയാലും തൂക്കിട്ടും ഭാവിയേ പുത്തണം നിൻ്റെ മേലിൽ പൂതി. അങ്ങനെ ഒരു പാട്ട് കുറച്ച് വളരെ കാലങ്ങളും ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ആശാനെ പാടി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ പോയി. മലയം പൊറാട്ടിൽ മലയന്മാർ ഇവിടെ വന്ന് ഇവിടുത്തെ ദേവിക്ക് കാഴ്ച കൊടുത്തിട്ട് ഇവിടുത്തെ തമ്പുരാൻ അവരെ നോക്കാൻ ഏൽപ്പിച്ച ആൾവാരി എന്നുള്ള കഥാപാത്രം അയാൾക്ക് കാര്യസ്ഥനാണ്. അയാൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാതെ ഇവർ ഈ പഴനിക്ക് പോകുന്ന പണ്ടാരങ്ങളെ എന്താ പറയുക കൊള്ളയടിക്കുന്നതായിട്ടാണ്, ഇതിലൊരു ഹാസ്യമായിട്ടാണ് അതിങ്ങനെ ഇതാവുന്നത്. നമ്മൾ ആദിവാസി പ്രശ്നം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മലയരുടെ ഈ ഒരു പൊറാട്ട് അങ്ങനെ കാലത്തെ അതിജീവിച്ചിട്ട് അതിനെ വേറൊരു ഡൈമെൻഷനിൽ കൊണ്ടുവരുന്ന രീതിയിൽ നമുക്കത് എന്താ പറയുക നോക്കാവുന്നതാണ്. ഒരു സമൂഹത്തിലെ വിവിധ ജാതി സമൂഹങ്ങൾ നിർവഹിക്കുന്ന സാമൂഹ്യ ധർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വളരെ മതേതരമായിട്ടുള്ള എന്നാൽ ജാതി സ്വത്വത്തിൻ്റെ പ്രത്യേകതകളുള്ള ഒരു നാട്ടുകൂട്ടായ്മയുണ്ട്. ആ ഗ്രാമത്തനിമയ്ക്ക് മാത്രമേ കാർഷിക സംസ്കാരത്തെ, സ്നേഹത്തിൻ്റെ സംസ്കാരത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാട് വിവിധ കൂട്ടായ്മകൾ, ദേശക്കൂട്ടായ്മകൾ അവരുടെ നാടിൻ്റെ ഐശ്വര്യം എന്നുള്ള നിലയ്ക്ക് നാട്ടുപന്തലിൽ കണ്യാർകളി കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ കണ്യാർകളി പൊറാട്ടുകൾ അവസാനിക്കുന്നത് ഈ മലച്ചി എന്നുള്ളൊരു പൊറാട്ടിലൂടെയാണ്. അവസാനത്തെ പൊറാട്ടായതുകൊണ്ട് ആയിരിക്കണം, എന്തായാലും അതിലൊരു വല്ലാത്തൊരു വിരഹവും അല്ലെങ്കിൽ ഒരു ഉത്സവത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഉത്സവം കഴിഞ്ഞ്, അതേ ഉത്സവത്തേക്ക് പോകാനാണ് അത് പറയുന്നതെങ്കിലും ഉത്സവം കഴിഞ്ഞു പോണ ഒരു ഫീലാണ് ആ ഒരു പൊറാട്ട് വരുമ്പോൾ ഉണ്ടാവുക.
plays which have been transcending us to an unknown world. All through these 4 nights, by songs and dances of great energy, approach its finishing point. The day has already dawned. The Poratta of Kodichi and Malachi have withdrawn from the stage reluctantly, without fulfilling their craze of singing and dancing. Legs are weakened after repeated steps. Tongue has started slurring after singing for long. She bids farewell, praying for strength to the legs and tongue that danced and sung. It is a heartbreaking farewell of Kanyarkali, the social spirit which tied all the people together these days, forgetting all the worries and problems of family and occupation, is meeting its end. They are all returning to their own duties. The Kanyarkali stage freezes as the fields await fertility and minds long for prosperity. Everybody parts with the hope of meeting next time next year for the Kanyarkali again. The play goes on and on.